ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. എല്ലാവർക്കും അതേപോലെ ഹാപ്പി സൺഡേ. സൺഡേ ആയിട്ട് ഇന്ന് ഞങ്ങൾ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്യാന്ന്. ഓൾറെഡി ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു സ്ട്രോബെറി ഒക്കെ എടുത്ത് തിന്ന് ഒരു ക്രേവിങ്സ് ഒക്കെ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. വലിയ മധുരമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അടുക്കളയിൽ അവർ 2 പേരും കൂടെ തകർപ്പനായിട്ട് ഞാൻ കുറച്ച് പണിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ കുക്ക് ചെയ്യാൻ എന്നെ കൊണ്ടാവാത്തതുകൊണ്ട് അല്ലറ ചില്ലറ പണികളൊക്കെ അവരെ ഏൽപ്പിച്ചപ്പോൾ അവർ നൈസായിട്ട് ആ കൊടുത്ത പണിയൊക്കെ ഇങ്ങനെ തീർത്തോണ്ടിരിക്കുക. ഇന്ന് വേറെ വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഉച്ചയ്ക്ക് കുറച്ച് ചിക്കൻ മദ്ഹൂദോ ആ സംഭവമില്ലേ, ഒരു അറബിക് റൈസ്, അതും കുറച്ച് ബീഫൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും ലൈമും അതൊക്കെ ഉണ്ടാക്കി ചില്ല് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ 2 പേരും കൂടെ നല്ല പണിയിലാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ വ്ളോഗ് എടുക്കാം. പെട്ടെന്ന് തീരുമാനിച്ചൊന്നും വ്ളോഗ് എടുക്കണമെന്നൊന്നും വിചാരിച്ചല്ല, പെട്ടെന്ന് ഞാൻ തീരുമാനിച്ചു എന്നാൽ പിന്നെ ഒരു സൺഡേ ഫൺഡേ ആക്കിയിട്ടൊരു വ്ളോഗ് എടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഞങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ചിക്കൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കെട്ടിയവനെ ഞാൻ കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ചതാണ് ഇങ്ങനെ ഒരു സൺഡേ ഫൺഡേ അല്ലെങ്കിൽ ഒരു സൺഡേ ഫുഡൊക്കെ ഉണ്ടാക്കി ചില്ല് ചെയ്യാന്നുള്ളത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കടയിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നല്ല രീതിക്ക് തകർപ്പൻ പണിയിലാണ്. ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയൊക്കെ ആശാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. എന്തിനാടി ഓരോന്നും മതി, എനിക്കത് മതി. റെസിപ്പി ഒന്നും ഞാൻ ഭയങ്കരമായിട്ട് വിവരിക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഇത് റെസിപ്പി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അല്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളത് വിവരിച്ചിട്ട് കാര്യമില്ല. എന്നാലും ഓയിലിലോട്ട് പട്ട, ഗ്രാമ്പു, കുരുമുളക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് ഒണിയനോട്ട് മൂപ്പിക്കുക കേട്ടോ. എന്നിട്ട് സിമ്പിളാണ്, നിങ്ങൾക്ക് സിമ്പിളായിട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമായിട്ട് നല്ലപോലെ ഉണ്ടാക്കാൻ പറ്റിയതാട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ മൂത്ത് വന്ന് എന്താ പറയുക, അതിനകത്തോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അറബിക് മസാല, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പിന്നെ നമ്മുടെ ടൊമാറ്റോ അരച്ചത് ചേർക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ചിക്കനൊക്കെ ഇട്ടിട്ട് അങ്ങ് സെറ്റ് ചെയ്തെടുത്ത് റൈസ് അങ്ങ് ഇട്ട് കറക്റ്റ് 1 ഗ്ലാസ് വെള്ളത്തിന് 1.5 ഗ്ലാസ് വെള്ളം, 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞങ്ങൾ ഒഴിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അങ്ങനെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പാത്രങ്ങൾ വന്നു കേട്ടോ. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. ഞാനാണ് ഇവിടുത്തെ കുക്ക്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാം കൂടെ പറ്റില്ല, ഭയങ്കരമായിട്ട് നടുവേദന വരും എനിക്ക്. അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ ഫുള്ള് ആദ്യമായിട്ട് കാണുന്നവരൊരിക്കും ഇവർക്ക് എന്താ അത്ര ക്ഷീണം, നടുവേദന എന്ന് അറിയാമല്ലോ. 4 months ക്യാരിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ആളാണല്ലോ ഞാൻ. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ റൈസും ചിക്കനൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കുറച്ചും കൂടെ ഉണ്ട്. അത് നമുക്കൊന്നും കൂടെ ദമ്മിട്ട് സെറ്റ് ചെയ്തെടുത്താൽ അടിപൊളിയാവും കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു കിടില സ്മെല്ലൊക്കെ അവിടെ ഫുള്ള് സ്പ്രെഡ് ചെയ്യുക. അപ്പം ഞങ്ങൾ ഫുഡെല്ലാം ആയിട്ട് ബീഫും ചിക്കനും എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല തകർപ്പനായിട്ട് റൈസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സൺഡേ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ സൺഡേ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കമൻറ്റ് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ കേട്ടോ.